പറഞ്ഞാലോ? അതാണല്ലോ ഇപ്പോഴത്തെ സ്റ്റൈൽ. എന്താ ഏട്ടത്തി? അമ്പടി കള്ളി. എന്നാലും നിന്നെ കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. എന്ത്? എല്ലാം ഞാൻ കണ്ടു കണ്ടോ കണ്ടോ ഞെട്ടിയത് കണ്ടോ? എന്റെ മോളെ, നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആ പൂജയെ കൊന്നിട്ടാണെങ്കിലും ഞാനത് സാധിച്ചു തരില്ലായിരുന്നോ? എനിക്ക് നശൂലത്തെ കാണുന്നത് പണ്ടേ ഇഷ്ടല്ല. അവളെ എങ്ങനെ ഒഴിവാക്കുമെന്ന് റിസർച്ച് ചെയ്തോണ്ടിരിക്കുമ്പോഴാ നോക്കപ്പുറത്ത് ഒരു ഓണം ബമ്പർ പോലെ മോന് വന്ന് മുന്നിൽ ചാടിയത്. സത്യം പറയാലോ, നിന്നെ കണ്ട ആ നിമിഷം ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഈ യുദ്ധം ഞാൻ നിന്നെ വെച്ച് ജയിക്കുന്നു. ഏട്ടത്തി എന്തൊക്കെയാ പറയുന്നേ? നീ എന്നെ അത്ര വലിയ പൊട്ടങ്കിടാപ്പൊന്നും ആക്കണ്ട. ഈ പ്രായമൊക്കെ കഴിഞ്ഞ ഞാനും വന്നത്. എന്റെ കണ്ണിലെ തൽക്കാലം ഒരു അസുഖം ഇല്ല. നോക്ക് നോക്ക്. നേര് പറ മോളെ, നിനക്കെന്റെ ആദ്യമോനെ ഇഷ്ടല്ലേ? പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആണോ? മതി, എനിക്ക് ഇത്രയും കേട്ടാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇനി ഏട്ടത്തിയേറ്റു. ബാക്കി കാര്യങ്ങളെന്ന് പറയുമ്പോ നിങ്ങളുടെ കല്യാണം വേറെന്താ? അല്ല, അതൊന്നും ഇപ്പൊ വേണ്ട. വേണ്ട, ഇപ്പൊ വേണ്ട. ജാതകം കുറിച്ച് നിശ്ചയം നടത്തി കരക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി സമയമെടുത്ത് നമുക്ക് ചെയ്യാം. അതല്ല ഏട്ടത്തി, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ആലോചിച്ചു. ആര് പറഞ്ഞു വേണ്ടെന്ന്? പക്ഷേ ആലോചിച്ചിട്ട് തീരുമാനം അനുകൂലമായിരിക്കണം. അതല്ല ഇപ്പോഴത്തെ പിള്ളേരുടെ സ്റ്റൈലില് കല്യാണം കഴിക്കാതെ ലിവിങ് ടുഗദറാണ് ഇഷ്ടമെന്നും പറഞ്ഞ് നടക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്റെ ആങ്ങളെ ഞാൻ അതിന് വിട്ടു തരില്ല. പൂജയെ പറഞ്ഞ് ഒഴിവാക്കി നാലാളറിഞ്ഞ് അന്തസ്സായിട്ടൊരു കല്യാണം. അത് നടത്താതെ ഇനി ആമിയടുത്തേക്ക് ഒരു ഉറപ്പില്ല മോളെ. അപ്പോ പൂജയുടെ വയറ്റിൽ കിടക്കുന്ന കൊച്ചോ? അത് പിന്നെ എന്താടി അവിടെ? എന്താടി ഇവിടെ? നാത്തൂനും കൂടെ ഒരു കുശുകുശുപ്പ്. അത് ഒന്നുമില്ല മുത്തശ്ശി. ഞങ്ങള് വളരെ ഗൗരവമുള്ളൊരു കാര്യം ഡിസ്കസ് ചെയ്യായിരുന്നു മുത്തശ്ശി. അവളുടെ സ്വന്തം ആളാ. എന്താടി നീ പിറുപിറുക്കുന്നേ? മുത്തശ്ശി, ഞാൻ പറയാം മുത്തശ്ശി. ഈ ഏട്ടത്തി എന്നോട് പറയുവാ. മിണ്ടായിരിക്കട്ടെ, അവള് പറയട്ടെ. നീ പറ മോളെ. ആദ്യേ